ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർച്ചയെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഹയർച്ചയുമായി ബന്ധപ്പെട്ട് ഹയർ ചോളികളിൽ ഒക്കെ പാടി നടക്കുന്ന ഒരു കഥ ഇങ്ങനെയാണ്. കേസിന് പോകരുത്, കേസിന് പോയി കഴിഞ്ഞാൽ 15 കൊല്ലമാവും, 20 കൊല്ലമാവും, നിങ്ങൾക്ക് നീതി കിട്ടാൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അങ്ങനെ കഴിഞ്ഞാൽ കേസിന് പോകാൻ പാടില്ല, FIR ഇടാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയ ലീഡർമാർക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. നിങ്ങളെ ചേർത്തവരുടെ പേരിൽ കേസ് വരാതിരിക്കൂ എന്നുള്ള കാര്യമാണ് അവർ ഉദ്ദേശിച്ചത്. അത് കേട്ട് കുറേ മണ്ടന്മാർ FIR ഇടാതെ പരാതി നൽകാതെ ഞങ്ങൾക്ക് പരാതിയില്ല, കേസ് അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ഹയർച്ചയുമായി ബന്ധപ്പെട്ട് ഹയർച്ച് നടത്തിക്കൊണ്ടുപോകുന്ന സ്ഥാപനത്തിൻ്റെ ഉടമ ഷൈജിത് ജോസ്, ഒരു തൃശ്ശൂർക്കാരനാണ്. അദ്ദേഹം ഈ ഡിസംബറിൽ ഈ കമ്പനി പൂട്ടുന്നു, ഡിസംബറിൽ ഇവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നു. ജനുവരി അവസാനത്തോടുകൂടി EDയുടെ റെയ്ഡ് കഴിഞ്ഞതിനോടുകൂടി ഇത് പൂട്ടുന്നു. ഫെബ്രുവരിയിൽ തന്നെ ഈ കക്ഷി കേസിന് പോയി ഈ കെട്ടിടം എനിക്ക് തിരികെ കിട്ടണമെന്ന് പറഞ്ഞ് കേസിന് പോയി. അത് കഴിഞ്ഞ ദിവസം 29/11/2024 വിധി ഉണ്ടായി. വെറും 9 മാസത്തിന് ശേഷം 9 മാസം കൊണ്ട് അതിലെ വിധി ഉണ്ടായിരിക്കുന്നു. ആ കെട്ടിടം ഒഴിഞ്ഞു കൊടുക്കണമെന്നും അതിലെ സാധനങ്ങളെടുത്ത് ലേലം ചെയ്യണമെന്നും അതുപോലെ തന്നെ താക്കോല് ഈ ഉടമക്ക് കൈമാറണമെന്നുമുള്ള ഉത്തരവുണ്ടായിരിക്കുന്നു. അതാണ് ഈ നമ്മുടെ നിയമവഴിയിലേക്കൂടെ പോയിട്ട് ഒരാൾക്ക് നീതി ലഭിച്ചതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. എന്നാൽ ഹയർച്ചോളികൾ പറയുന്നത് പോലെ കേസിന് പോയാൽ 15 കൊല്ലം എടുക്കും, അങ്ങനെ ഒന്നും സംഭവിക്കില്ല, പിന്നെ നമുക്കത് കിട്ടുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം പ്രതാപൻ എൻ്റെ കമ്പനി തുറക്കുന്നതും കാത്ത് വാടകയും കിട്ടാതെ അദ്ദേഹം വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരുമായിരുന്നു. അദ്ദേഹം ഈ ഒരു അവിടെയുള്ള 3 ഷോപ്പ് വലിയ ഗോഡൗണുകളുടെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹം ഈ കമ്പനി പൂട്ടിയത് പിന്നെ മറ്റൊരു കമ്പനിക്ക് ഈ കെട്ടിടം നൽകാമെന്ന് വാടക കരാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലീസ് ചാവി കൊടുത്തില്ല. അപ്പോൾ അതിന് മുന്നേ തന്നെ പോലീസ് അതിലെ മുഖ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ചാവിയും കുറച്ച് ഫർണിച്ചറുമാണ് അതിലുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കോടതി പറഞ്ഞത് അതും എടുത്തിട്ട് ലേലം ചെയ്തേക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവരുടെ വലിയ വലിയ ലീഡർമാരൊക്കെ വീണ്ടും ഒളിപ്പിച്ചു വെക്കുകയാണ്. ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട് എന്നുള്ളത്. ഇവർ പറയുന്നത് അങ്ങനെയൊന്നും നമുക്കറിയില്ലല്ലോ, ഇന്നലെ വരെ ഓഫീസ് ആർക്കും കൊടുത്തിട്ടില്ലല്ലോ, അതവിടെ പൂട്ടിക്കിടക്കുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള മറുപടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ നിയമത്തെ സമീപിക്കുന്നത് അതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന സംഭവങ്ങൾ. നിങ്ങൾ നിയമത്തിൻ്റെ ആ നായലയലത്തെ പോവാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് തന്നെ സംഭവിക്കും. ആ കാര്യം എന്താണെന്ന് പറയുന്നില്ല. ഓക്കെ, ബൈ.